Hello friends, today we are going to discuss about the topic organizational development. So let us look what is organizational development. Organizational development is focused on improving the effectiveness of organization and the people in those organization. സോ ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെയും അതുപോലെ തന്നെ അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെയും എഫക്റ്റീവ്നെസ് ഇമ്പ്രൂവ് ചെയ്യാൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ്. ഇറ്റ് ഈസ് മെയിൻലി ഫോക്കസ് ഓൺ ഇംപ്രൂവിങ് ദി എഫക്റ്റീവ്നെസ് ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് ദി പീപ്പിൾ ഇൻ ദോസ് ഓർഗനൈസേഷൻ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഓർഗനൈസേഷനിലെ എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ്. Kurt Lewin is widely recognized as the founding father of ODI. He underpins the basic ODI process. കേർട്ട് ലെവിനെയാണ് നമ്മൾ ഫൗണ്ടിങ് ഫാദർ ഓഫ് ODI, ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റിൻ്റെ ഫൗണ്ടിങ് ഫാദറായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നത്. അദ്ദേഹമാണ് ബേസിക് ODI പ്രോസസ് അണ്ടർപിൻ ചെയ്തത്. സോ ടെക്സ്റ്റിൽ 3-4 ഡെഫിനേഷൻസ് പറയുന്നുണ്ട് ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റിൻ്റെ. അക്കോർഡിംഗ് ടു വാരൻ ബെനീസിൻ്റെ, വാർണർ ബുർക്കിൻ്റെ, അതുപോലെ തന്നെ റിച്ചാർഡ് ബെക്കാർഡിൻ്റെ. ഇവിടെ പറയുന്ന ഡെഫിനേഷൻ അക്കോർഡിംഗ് ടു ഫ്രഞ്ച്, ബെൽ ആൻഡ് സവാക്കി ഡിഫൈൻസ് ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ് ഇസ് എ പ്രോസസ് ഓഫ് പ്ലാൻ ചേഞ്ച് ഡിസൈൻ ടു ഹെൽപ്പ് ഓർഗനൈസേഷൻസ് അച്ചീവ് ദെയർ ഗോൾസ് ആൻഡ് ടു ഓപ്പറേറ്റ് മോർ എഫക്റ്റീവ്ലി. ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്ലാൻ ചേഞ്ച് ആണ്. അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓർഗനൈസേഷനിലെ ഗോൾസ് അച്ചീവ് ചെയ്യാനും അതുപോലെ തന്നെ ഇത് എഫിഷ്യൻ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാനുമാണ്. സോ അതൊരു നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇറ്റ് ഹെൽപ്സ് ടു, അത് സഹായിക്കുന്നത് ഓർഗനൈസേഷനിലെ ഗോൾസും അതുപോലെ തന്നെ ഇത് എഫിഷ്യൻ്റ് ആയിട്ട് ഓർഗനൈസേഷൻ ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു പ്രോസസ്സാണ് ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. The nature and needs of organization development are changing dramatically. The profession of organization development has been changing to meet the changing needs of organization. ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റിന് എപ്പോഴും അതിൻ്റെ നേച്ചറൊക്കെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. സോ അതിൻ്റെ ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് പ്രൊഫഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ആ ചേഞ്ചിങ്ങിനെ മീറ്റ് ചെയ്യാനായിട്ടായിരിക്കും അത് ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കാം. സോ ഇറ്റ് സിംപ്ലി ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെയും അതുപോലെ അതിനകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെയും എഫക്റ്റീവ്നെസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരുടെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഫോക്കസ് ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് എന്തൊക്കെയാണ് ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് ഫീച്ചേഴ്സ് എന്ന് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ്. ഫസ്റ്റ് പോയിന്റ് ഈസ് പ്ലാൻഡ്. ODI takes a long-range approach to improving organizational performance and efficiency. It avoids the usual immediate and temporary performance. നമ്മുടെ ഡെഫിനേഷനിൽ നേരത്തെ പറഞ്ഞു ഇറ്റ്സ് എ പ്ലാൻ ചേഞ്ച് എന്നാണ്. സോ അതിൻ്റെ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് പ്ലാൻഡ് ആണ്. ഇതൊരു ലോങ് റേഞ്ച് അപ്രോച്ചാണ് ഓർഗനൈസേഷൻ്റെ പെർഫോമൻസും എഫിഷ്യൻസിയും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. അത് യൂഷ്വലി ഇമ്മീഡിയറ്റ് ടെമ്പററി പെർഫോമൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യും. എപ്പോഴും ഇത് പ്ലാൻ ചെയ്തിട്ടായിരിക്കും ഈ ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ഇറ്റ് ഈസ് എ പ്ലാൻ ലോങ് റേഞ്ച് അപ്രോച്ചാണ്. Then second one is organization wide. ODI is organization wide. It focuses on the total system of an organization. ODI എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു സ്പെസിഫൈ ആയിട്ടുള്ളൊരു ഓർഗനൈസേഷന് മൊത്തത്തിലാണ് എപ്പോഴും എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു പോർഷനിൽ മാത്രം എടുക്കുന്നില്ല. മൊത്തം ഓർഗനൈസേഷൻ്റെ എല്ലാം അവർ കവർ ചെയ്യുന്നുണ്ട്, അതിനെല്ലാം ഫോക്കസ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ഓർഗനൈസേഷൻ വൈഡ്. ഫുള്ളി ആണ് ഒരു ഓർഗനൈസേഷൻ്റെ ടോട്ടലെയും സിസ്റ്റത്തിനെയും ഫോക്കസ് ചെയ്യുന്നുണ്ട് ODI. അതുകൊണ്ട് അത് ഓർഗനൈസേഷൻ വൈഡ്. ദെൻ തേർഡ് ഈസ് മാനേജ്ഡ് ഫ്രം ദി ടോപ്പ്. ODI must have support of top management. The ODI process also needs the buy-in and ownership of workers throughout the organization. ODI പ്രോസസ്സ് എപ്പോഴും ടോപ്പ് മാനേജ്മെൻറ്റ് സപ്പോർട്ട് ഉണ്ടായിരിക്കണം, എന്നാൽ നമുക്കത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ODI പ്രോസസ്സ് നടപ്പിലാക്കണമെങ്കിൽ എല്ലാ സപ്പോർട്ടും നമുക്ക് ഓർഗനൈസേഷന് വേണം, സ്പെഷ്യലി ഫ്രം ദി ടോപ്പ് മാനേജ്മെൻറ്റ്. ദെൻ ഫോർത്ത് ഈസ് ഇൻക്രീസ് ഓർഗനൈസേഷൻ എഫക്റ്റീവ്നെസ് ആൻഡ് ഹെൽത്ത്. നമ്മൾ മെയിൻലി ODIയുടെ ഒരു മോട്ടീവ് അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ എഫക്റ്റീവ്നെസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടാണ്. സോ ഇറ്റ് ഇൻക്രീസസ് ഓർഗനൈസേഷൻ എഫക്റ്റീവ്നെസ് ആൻഡ് ഹെൽത്ത്. ODI is tied to the bottom line. Its goal is to improve the organization to make it efficient and more competitive by aligning the organization system with people. അതിൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാനാണ് ആൻഡ് അതൊരു മോർ കോമ്പറ്റേറ്റീവായിട്ട് അലൈൻ ചെയ്യാനും കൂടിയിട്ടാണ്. സോ ഇറ്റ് ഇൻക്രീസസ് ഓർഗനൈസേഷൻ എഫക്റ്റീവ്നെസ് ആൻഡ് ഹെൽത്ത്. നെക്സ്റ്റ് ഈസ് പ്ലാൻഡ് ഇൻ്റർവെൻഷൻ. After proper preparation, ODI uses activities called interventions to make system wider. ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു പ്രിപ്പറേഷന് ശേഷം ODI യൂസ് ചെയ്യുന്നത് ആക്ടിവിറ്റിയാണ് ഇൻ്റർവെൻഷൻസ് എന്ന് പറയാം. ടു മേക്ക് നമുക്ക് സിസ്റ്റം വൈഡ് പെർമനൻറ്റ് ചേഞ്ചസ് ഇൻ ദി ഓർഗനൈസേഷൻ. ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു മാറ്റം ഓർഗനൈസേഷനിൽ വരുത്താൻ വേണ്ടിയിട്ടാണ്. സോ ദേ യൂസ് ഇൻ്റർവെൻഷൻസ്. ദെൻ യൂസിങ് ബിഹേവിയറൽ സയൻസ് നോളേജ്. ODI is a discipline that combines research and experience to understanding people, business system and their interaction.
OD എപ്പോഴും ഒരു ഡിസിപ്ലിനാണ്. സോ ഇറ്റ് യൂസസ് ദി ബോത്ത് ബിഹേവിയറൽ സയൻസ് നോളേജും അത് യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഓഫ് കമ്പൈൻസ് റിസർച്ച് ആൻഡ് എക്സ്പീരിയൻസ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ആൾക്കാരുടെ അണ്ടർസ്റ്റാൻഡിങ് പീപ്പിൾ, ബിസിനസ് സിസ്റ്റം ആൻഡ് ദർ ഇൻട്രാക്ഷൻ, അവരെ മനസ്സിലാക്കാനും ബിസിനസ് സിസ്റ്റം മനസ്സിലാക്കാനും അവർ തമ്മിൽ ഇൻട്രാക്ഷൻസ് ഒക്കെ മനസ്സിലാക്കാനായിട്ട് ദേ അപ്ലൈ ദി ബിഹേവിയറൽ സയൻസ് നോളജ്, ദേ അപ്ലൈ സയൻസ് ഓൾസോ. ദാറ്റ് OD എന്ന് പറയുന്നത് ഒരു ഡിസിപ്ലിനാണ്. These are the features of organizational development: planned, organization-wide, managed from the top, increase organization effectiveness and health, planned interventions using behavioral science knowledge. The next is objective of organization development. എന്തൊക്കെയാണ് ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് എന്നത്? ദി മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് OD ഈസ് ഇൻ ഇൻറ്റൻറ്റിങ് ടു ഇംപ്രൂവ് ദി എഫക്റ്റീവ്നെസ് ഓഫ് പീപ്പിൾ ആൻഡ് ഓർഗനൈസേഷൻ. നമ്മൾ മെയിനായിട്ട് നേരത്തെയൊക്കെ ഡെഫിനേഷൻസിലും അതുപോലെ തന്നെ ഫീച്ചേഴ്സിലൊക്കെ പറഞ്ഞു ODയുടെ ഒരു മെയിൻ മോട്ടീവ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇറ്റ് ഇംപ്രൂവ് ദി എഫക്റ്റീവ്നെസ് ഓഫ് പീപ്പിൾ ആൻഡ് ഓർഗനൈസേഷനും അതുപോലെ തന്നെ അതിലുള്ള ആൾക്കാരുടെയും എഫക്റ്റീവ്നെസ് ഇംപ്രൂവ് ചെയ്യലാണ് ODയുടെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഡൺ ത്രൂ എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്പ് വിത്ത് കീ പേഴ്സണൽ ഇൻ ദി ഓർഗനൈസേഷൻ. എങ്ങനെയൊക്കെയാണ് നമുക്ക് ആ മോട്ടീവ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്? ഒന്നാമത് നമ്മളൊരു ഓർഗനൈസേഷനിൽ എല്ലാവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ്, ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. എന്നാൽ നമുക്ക് OD നല്ല രീതിക്ക് തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്പ് വിത്ത് കീ പേഴ്സണൽ ഇൻ ദി ഓർഗനൈസേഷൻ. നെക്സ്റ്റ് ഈസ് റിസർച്ചിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് സിസ്റ്റംസ് ഇൻ ദി ഓർഗനൈസേഷൻ ടു അണ്ടർസ്റ്റാൻഡ് ഡൈസ്ഫങ്ഷൻസ് ആൻഡ് ഓർ ഗോൾസ് ഓഫ് ദി സിസ്റ്റം ഇൻ ദി ഓർഗനൈസേഷൻ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ റിസർച്ച് ചെയ്യാം ഓർഗനൈസേഷൻ സിസ്റ്റം. നമുക്കൊരു എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ ഓർ എന്തെങ്കിലും ഗോൾസ്, ഏതെങ്കിലും സിസ്റ്റത്തിലെ ഗോൾസ് ഉണ്ടോ എന്നൊക്കെ ഓർഗനൈസേഷനിലൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിസർച്ച് ആൻഡ് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലും പ്രോബ്ലംസ്, നമുക്ക് ആ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടോ എന്നുള്ളത് നമ്മളെപ്പോഴും ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. സോ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ODയുടെ ഒബ്ജക്റ്റീവ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. Then identifying approaches or interventions to improve effectiveness of the organization and its people. നമ്മൾ അപ്രോച്ചസ് ഐഡൻറ്റിഫൈ ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ഇൻ്റർവെൻഷൻസ് എന്ന് പറയുന്നത്, ഓർഗനൈസേഷൻ്റെയും ആൾക്കാരുടെയും എഫക്റ്റീവ്നെസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. Then fourth one is applying approaches to improve effectiveness or methods of planned change in the organization. നമ്മൾ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത അപ്രോച്ചസ് അപ്ലൈ ചെയ്യുക ടു ഇംപ്രൂവ് എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് പ്ലാൻ ചേഞ്ച് ഇൻ ദി ഓർഗനൈസേഷൻ. എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് അപ്രോച്ചസ് അപ്ലൈ ചെയ്യുക. ദെൻ ലാസ്റ്റ് വൺ ഈസ് ഇവാലുവേറ്റിംഗ് ദി ഓൺഗോയിങ് എഫക്റ്റീവ്നെസ് ഓഫ് ദി അപ്രോച്ചസ് ആൻഡ് ദിയർ റിസൾട്ട്. എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന റിസൾട്ടുകളൊക്കെ എപ്പോഴും ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സോ അപ്പോൾ നമുക്ക് ODയുടെ ഒരു ഒബ്ജക്റ്റീവ് നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. സോ ദിസ് ആർ ദി മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ്. മേജർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെയും അതിനകത്തുള്ള ആൾക്കാരുടെയും എഫക്റ്റീവ്നെസ് ഇംപ്രൂവ് ചെയ്യാനാണ്. സോ അതിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു, നല്ലൊരു റിലേഷൻഷിപ്പ് ഓർഗനൈസേഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാം, ഒരു ഹെൽത്തി ആയിട്ടുള്ള. പിന്നെ എപ്പോഴും റിസർച്ചിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് സിസ്റ്റംസാണ്. ഓർഗനൈസേഷനിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നമ്മളത് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ദെൻ അപ്രോച്ചസ് ഐഡൻറ്റിഫൈ ചെയ്യുക, അതർവൈസ് ഇൻ്റർവെൻഷൻസ്, പിന്നെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത അപ്രോച്ചസ് അപ്ലൈ ചെയ്യുക, ദെൻ അതിൻ്റെ റിസൾട്ട് എല്ലാം ഇവാലുവേറ്റ് ചെയ്യാം. സോ ദീസ് ആർ ദി മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ്. നെക്സ്റ്റ് വൺ ഈസ് നീഡ് ഫോർ ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ്. ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റിൻ്റെ ആവശ്യം എന്താണ് ഒരു ഓർഗനൈസേഷനിൽ? സോ ഇവിടെയും ഒരു 4 പോയിൻറ്റ്സ് ഉണ്ട്. സോ ഫസ്റ്റ് പോയിൻറ്റ് ഈസ് ഹ്യൂമൻ റിസോഴ്സ്. Human resource may be a large fraction of cost of doing business. They certainly can make the difference between organizational success and failure. Therefore, we must know how to manage them. നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് ആണ് ഒരു ഓർഗനൈസേഷൻ്റെ ഒരു വെൽത്ത് അല്ലെങ്കിൽ ഒരു അസറ്റ് എന്ന് പറയുന്നത്. വിത്തൗട്ട് ഹ്യൂമൻ ബിസിനസ് ഈസ് നത്തിങ്. നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് ഇല്ലാതെ നമുക്ക് ഒരു ഓർഗനൈസേഷൻ റൺ ചെയ്യാൻ പറ്റില്ല. സോ അവരാണ് ഒരു ഓർഗനൈസേഷൻ സക്സസ്സും ഫെയിലിയറും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയാണ് അവരെ മാനേജ് ചെയ്യണം എന്നുള്ളത് നമുക്ക് നന്നായി അറിയണം. സോ അതിന് ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ആവശ്യം അവിടെയുണ്ട്. അതൊരു ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഹ്യൂമൻ റിസോഴ്സ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. Then second one is changing nature of the workplace. Workers today want feedback on their performance and sense of accomplishment, feeling of value and worth, and commitment to social responsibility. If organization need to continue doing more work with less people, it is essential to make a process more efficient. ചേഞ്ചിങ് വർക്ക് പ്ലേസ്, ഇപ്പോൾ വർക്കേഴ്സിനൊക്കെ അവരുടെ ഒരു പെർഫോമൻസിൻ്റെ ഫീഡ്ബാക്കും ഒക്കെ ഇപ്പോൾ ആവശ്യമാണ്. സോ അതിനാലാണ് നമുക്ക് അവരുടെ ഒരു
കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ ഓർഗനൈസേഷനിൽ വർക്ക് നന്നായിട്ട് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് അവരുടെ ഒരു പ്രോസസ്സ് വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നൊരു പ്രോസസ്സ് എപ്പോഴും നല്ല രീതിയിൽ എഫിഷ്യൻ്റ് ആയിരിക്കണം. സോ നമ്മൾ പറഞ്ഞു ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് ഒരു മേജർ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാനാണ്. സോ ഇതുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും വർക്കേഴ്സിന് നല്ലൊരു അതൊരു ഫേമിനോട് നല്ലൊരു കമ്മിറ്റ്മെൻറ്റ് അവർക്ക് ഫീൽ ചെയ്യും. സോ ചേഞ്ചിങ് നേച്ചർ ഓഫ് ദി വർക്ക് പ്ലേസ്. ദെൻ തേർഡ് വൺ ഈസ് ഗ്ലോബൽ മാർക്കറ്റ്. Business environment are changing and hence organization must also change to survive and grow. It is essential to be more responsible to and develop closer partnership with customers. Organization must change to survive and business wants to attack the problems not the symptoms in a systematic planned human manner. ബിസിനസ് എൻവയോൺമെൻറ്റ് ഒക്കെ ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് അപ്പോൾ ഓർഗനൈസേഷനും ആ മാറ്റത്തോടെ അവരെ എപ്പോഴും യോജിച്ച് പോകണം ടു സർവൈവ് ആൻഡ് ഗ്രോത്ത്. അവരുടെ ഒരു സർവൈവലിനും ഗ്രോത്തിനും എപ്പോഴും അവർ ആ ചേഞ്ചസ് അഡാപ്റ്റ് ചെയ്യണം. ആൻഡ് കസ്റ്റമേഴ്സായിട്ട് നല്ലൊരു ക്ലോസ് പാർട്ട്ണർഷിപ്പ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. എന്നാൽ ആ ഓർഗനൈസേഷൻ ഫോം നന്നായി സ്മൂത്തായി പോവുള്ളൂ. സോ ഓർഗനൈസേഷൻ എപ്പോഴും ആ ചേഞ്ചിനെ സർവൈവ് ചെയ്യണം. ബിസിനസ് എപ്പോഴും പ്രോബ്ലംസിനെ അറ്റാക്ക് ചെയ്യണം. സിംറ്റംസിനെ എല്ലാവരും എപ്പോഴും കണ്ടെത്തേണ്ടത് എന്താണ് പ്രോബ്ലം എന്നുള്ളത് മനസ്സിലാക്കണം. അതൊരു സിസ്റ്റമാറ്റിക്കും പ്ലാൻഡ് ആൻഡ് ഹ്യൂമൻ മാനറിൽ നല്ലൊരു സിസ്റ്റമാറ്റിക്കലി പ്ലാൻഡ് രീതിയിൽ അവർ പ്രോബ്ലംസിനെ കണ്ടെത്തണം. സോ ഇറ്റ് ഈസ് ഗ്ലോബൽ മാർക്കറ്റ്. ദെൻ ഫോർത്ത് പോയിന്റ് ഈസ് ആക്സിലറേറ്റഡ് റേറ്റ് ഓഫ് ചേഞ്ച്. Taking an open system approach, it is easy to identify the competitions on an international scale for people, capital, physical resources, and information. So these are the 4 points that is need for organization development. In organization development ആവശ്യം എന്തൊക്കെയാണെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്. So first one is human resources, changing nature of the workplace, global market, accelerated rate of change. So these are the need for organizational development. Next topic is process of organization development. ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റിൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണ്? 5 steps ഉണ്ട്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ. Identification of the problem in the organization is the first step in OD process. There is a need to identify the problem in all areas of an organization. Once the problem is identified, it is rather easy to proceed to collect data to solve the problem. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് OD പ്രോസസ്സിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ ആണ്. എന്താണ് പ്രോബ്ലം എന്നുള്ളത് മനസ്സിലാക്കുന്നതാണ് ODയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ പെർട്ടിക്കുലർ ഏരിയ മാത്രം എടുക്കരുത്. ഓർഗനൈസേഷൻ ഫുൾ കവർ ചെയ്തിട്ട് എല്ലാ സൈഡും ഫോക്കസ് ചെയ്തിട്ട് വേണം എന്താണ് പ്രോബ്ലം എന്ന് കണ്ടെത്താനായിട്ട്. ഇറ്റ് ഷുഡ് ഐഡൻറ്റിഫൈ ദി പ്രോബ്ലംസ് ഇൻ എല്ലാ ഏരിയയിലും, ഓർഗനൈസേഷൻ്റെ എല്ലാ ഏരിയയിലും പ്രോബ്ലംസ് അവർ ഐഡൻറ്റിഫൈ ചെയ്യണം. പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഇറ്റ് ഈസ് റാദർ ഈസി ടു കളക്ട് ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. ടു സോൾവ് ദാറ്റ് പ്രോബ്ലം, ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ. എന്താണ് പ്രോബ്ലം, ഓർഗനൈസേഷനിലെ പ്രോബ്ലം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് കളക്ഷൻ ഓഫ് ഡാറ്റ. After the exact problem is identified, it is necessary to collect data relating to the problem. The methods such as personal interview, observation, questionnaire, etc. can be used for data collection. It always depends on the nature of the problem to be solved. എന്താണ് എക്സാക്ട് പ്രോബ്ലം എന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ ആ പ്രോബ്ലത്തോട് റിലേറ്റ് ചെയ്ത ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യണം. ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ദാറ്റ് ഈസ് പേഴ്സണൽ ഇൻ്റർവ്യൂ, ഒബ്സർവേഷൻ, ക്വസ്റ്റ്നെയർ, ഇതൊക്കെ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. സോ എപ്പോഴും ഡാറ്റ കളക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് പ്രോബ്ലത്തിൻ്റെ നേച്ചറിന് അനുസരിച്ചിരിക്കും. നമ്മൾ എന്താണോ പ്രോബ്ലം അതിൻ്റെ ബേസിലായിരിക്കും ഏത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് പറയുക. സോ അക്കോർഡിംഗ് ടു ഓൺ ദി ബേസ് ഓഫ് നേച്ചർ ഓഫ് ദി പ്രോബ്ലം അതിൻ്റെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഡാറ്റയുടെ കളക്ഷൻ, ഏത് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളത്. സോ ഇറ്റ് ഓൾവേസ് ഡിപ്പെൻഡ് ഓൺ ദി നേച്ചർ ഓഫ് ദി പ്രോബ്ലം ടു ബി സോൾവ്ഡ്. സോ ആ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനാവശ്യമായ പ്രോബ്ലത്തെ റിലേറ്റ് ചെയ്ത് ഡാറ്റ കളക്ട് ചെയ്യുക. ഡാറ്റ കളക്ട് ചെയ്യാനായിട്ടുള്ള പല മെത്തേഡ്സുകളുണ്ട്. പേഴ്സണൽ ഇൻ്റർവ്യൂ, ഒബ്സർവേഷൻ, ക്വസ്റ്റ്നെയർ, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. So first step is problem identification, second one collection of data, then third step is diagnosis. Skills of analysis and observations are necessary for accurate diagnosis. Once the data is collected, it should be carefully analyzed and examined by using experience and judgment. Diagnosis should not be limited to a single problem. The factors like attitudes, assumptions, and resources should also be considered for this purpose. Survey can be conducted by administering questionnaire to know the attitude of employees. Diagnosis ultimately help to understand the source of the problem. ദെൻ തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡാറ്റ കളക്ട് ചെയ്തതിനു ശേഷം ഡയഗ്നോസ് ചെയ്യാം.
ഡയഗ്നോസ് ചെയ്യുമ്പോൾ നമുക്കൊരു സ്കിൽ ഓഫ് അനാലിസിസും അത് ഒബ്സർവേഷനൊക്കെ ഒരു ആക്യുറേറ്റ് ഡയഗ്നോസിന് എപ്പോഴും ആവശ്യമാണ്. സോ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് കെയർഫുള്ളി നമ്മളത് എക്സാമിൻ ചെയ്യണം ബൈ യൂസിങ് എക്സ്പീരിയൻസ് ആൻഡ് ജഡ്ജ്മെൻറ്റ്. അതവരുടെ എക്സ്പീരിയൻസ് ഒക്കെ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് ഡയഗ്നോസിസ് എപ്പോഴും ഒരു ചെറിയ പ്രോബ്ലത്തിൽ മാത്രം ലിമിറ്റ് ചെയ്തിട്ട് ഒരു സിംഗിൾ പ്രോബ്ലത്തിൽ മാത്രം ലിമിറ്റ് ചെയ്യുന്നതല്ല. ആറ്റിറ്റ്യൂഡ്സ്, അസംഷൻസ്, റിസോഴ്സസ്, ഇതൊക്കെ നമുക്ക് ഈ പർപ്പസിന് വേണ്ടി നമുക്ക് കൺസിഡർ ചെയ്യാം. സർവേസ് നമുക്ക് എപ്പോഴും കണ്ടക്ട് ചെയ്യാം ബൈ അഡ്മിനിസ്ട്രേറ്റിംഗ് ക്വസ്റ്റനെയർ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് എംപ്ലോയീസിൻ്റെ ആറ്റിറ്റ്യൂഡ്സ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ഡയഗ്നോസിസ് അൾട്ടിമേറ്റ്ലി ഹെൽപ്പ് ടു അണ്ടർസ്റ്റാൻഡ് ദി സോഴ്സ് ഓഫ് ദി പ്രോബ്ലം. സോ നമ്മൾ ഡയഗ്നോസിസ് എക്സാക്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പ്രോബ്ലത്തിൻ്റെ സോഴ്സ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ എന്താണ് ആ പ്രോബ്ലം, എങ്ങനെയാണ് ആ പ്രോബ്ലം ഉണ്ടായത്, വാട്ട് ഈസ് ഇറ്റ് സോഴ്സ് എന്നുള്ളത് നമുക്ക് ആ ഡയഗ്നോസിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് തേർഡ് സ്റ്റെപ്പ്, ഡയഗ്നോസിസ്. Then fourth step is planning and implementation. The next step in OD process is planning and implementation. OD interventions come into picture here. Intervention is considered to be the action phase in OD process by which intervention is a set of planned program, activities and techniques by which organizations and their clients work together in an OD program. An effective OD program considers only relevant interventions and not at all. സോ ആഫ്റ്റർ ഡയഗ്നോസിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. ഓഡി ഇൻ്റർവെൻഷൻ എപ്പോഴും നമുക്കൊരു പ്ലാനിങ് ഇംപ്ലിമെൻറ്റേഷൻ ചെയ്ത ഒരു കറക്റ്റ് പിക്ചർ നമുക്ക് ഓഡിയുടെ നമുക്കിവിടെ കിട്ടും. സോ ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് ഒരു ആക്ഷൻ ഫേസ് ആണ്. ഓഡി പ്രോസസ്സിൽ ഇറ്റ് ഈസ് എൻ ആക്ഷൻ ഫേസ്. സോ ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് പ്ലാൻഡ് പ്രോഗ്രാംസ് ആണ്. പ്ലാൻഡ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ ടെക്നിക്സ് ആണ് ഓർഗനൈസേഷൻ ആൻഡ് ദെയർ ക്ലയൻസ് വർക്ക് ടുഗദർ ഇൻ OD പ്രോഗ്രാം. ഓർഗനൈസേഷനും അതിനകത്തുള്ള ക്ലയൻസും ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്യുന്നൊരു പ്രോഗ്രാം, OD പ്രോഗ്രാമിനെയാണ് നമ്മൾ ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് പ്ലാൻ പ്രോഗ്രാം. നമ്മൾ പ്ലാൻ ചെയ്ത് പോകുന്ന ആക്ടിവിറ്റീസ് ആൻഡ് ടെക്നിക്സ് ആണ് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത്. ഒരു എഫക്റ്റീവ് OD പ്രോഗ്രാം എപ്പോഴും റെലവൻ്റ് ആയിട്ടുള്ള ഇൻ്റർവെൻഷൻസിനെയാണ് കൺസിഡർ ചെയ്യാം. ഒരു ഇറലവൻ്റ് ആയ ഒരിക്കലും അവർ ഇൻ്റർവെൻഷൻസിനെ കൺസിഡർ ചെയ്യില്ല. സോ ദാറ്റ് ഈസ് പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ, സെക്കൻഡ് സ്റ്റെപ്പ് കളക്ഷൻ ഓഫ് ഡാറ്റ, then third step is diagnosis കഴിഞ്ഞാൽ fourth step planning and implementation, and the last step is evaluation and feedback. The final stage in the OD process is evaluation and feedback. With the help of evaluation, it is possible to determine how accurate OD process has been made. OD process is done by stages, and at every stage there is a chance to commit some mistakes and fault. Evaluation and feedback allows to know whether all activities have been satisfactorily completed or any further work is needed before proceeding to the next stage. So final step OD process in the evaluation and feedback ആണ്. സോ നമുക്ക് ഇവാലുവേഷൻ ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് എത്രത്തോളം ആക്യുറേറ്റ് ആണ് OD പ്രോസസ്സ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കും. OD പ്രോസസ്സ് ഓരോ സ്റ്റേജിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പ് വൈസ് ചെയ്യുമ്പോൾ നമുക്ക് മിസ്റ്റേക്സും ഫോൾട്ട്സും ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും. നമ്മൾ ഈ ഇവാലുവേഷൻ ആൻഡ് ഫീഡ്ബാക്ക് നടത്തുമ്പോൾ നമുക്ക് എന്തൊക്കെ മിസ്റ്റേക്കുകളോ ഫോൾട്ടുകളോ എന്നൊക്കെ കണ്ടെത്താൻ സാധിക്കും. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ, എന്തെങ്കിലും ഫർദർ വർക്ക് ഇനി ആഡ് ചെയ്യാനുണ്ടോ എന്നൊക്കെ നമുക്ക് ഇവാലുവേഷൻ ആൻഡ് ഫീഡ്ബാക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. സോ ഫർദർ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ എന്നൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റെപ്പിലൂടെ മനസ്സിലാവും. ദാറ്റ് ഈസ് ദി ഫൈനൽ സ്റ്റെപ്പ്, ഇവാലുവേഷൻ ആൻഡ് ഫീഡ്ബാക്ക്. സോ മെയിൻലി ദർ ആർ 5 steps in OD process. First one is problem identification, second step is collection of data, third step is diagnosis, fourth step is planning and implementation, and fifth step is evaluation and feedback. So this is the process of organization development. സോ നമ്മൾ നോക്കി എന്താണ് ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു. സിംപ്ലി പറയുകയാണെങ്കിൽ ഒരു ഓർഗനൈസേഷനെയും അതിനകത്തുള്ള ആൾക്കാരുടെയും എഫക്റ്റീവ്നെസ് ഇംപ്രൂവ് ചെയ്യാനായി ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയാം. ദെൻ ഫീച്ചേഴ്സ് ഓഫ് ഓർഗനൈസേഷൻ, എന്തൊക്കെയാണ് ഓർഗനൈസേഷൻ്റെ ഡെവലപ്മെൻറ്റ് ഫീച്ചേഴ്സ്. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ്, മേജർ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ്നെസ് ഇംപ്രൂവ് ചെയ്യാനാണ്. ദ നീഡ് ഫോർ ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രോസസ് ഓഫ് ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.